അന്ന് പതിവ് പോലെ എല്ലാവരും പള്ളിയിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പും ഒരുക്കങ്ങളൊക്കെ നടത്തി. റോഡ് കടന്ന് കുറച്ച് മുന്നോട്ട് ചെന്നാൽ ഇവരുടെ ഇടവക പള്ളിയാണ്. ഈ കുഞ്ഞിൻ്റെ കൈയും പിടിച്ച് നടക്കുന്നതിനിടയിൽ ഇവൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കും. അപ്പോൾ അവൻ്റെ അപ്പൻ ചോദിച്ചു, എന്ത് പറ്റിയിടാ കുഞ്ഞെ എന്ന് ചോദിച്ചു. അപ്പോൾ അപ്പോൾ ലോറി എനിക്ക് ലോറി പേടിയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുഞ്ഞുവാവെ കണ്ടതിന് ശേഷം ഞാൻ മരിച്ചു പോയാൽ കുഴപ്പമില്ലാതെ. പുള്ളി പറഞ്ഞു, നാവാടരുത്, മര്യാദയ്ക്ക് ഇരുന്നോളാം പറഞ്ഞു. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കും. പറഞ്ഞു, മോനെ പേടിക്കേണ്ടടാ, ഇടയ്ക്ക് ഇതിലെ ലോറി വരാത്ത വഴിയല്ലേ, ലോറി അങ്ങനെ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഓക്കെ. മുന്നോട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ തൊട്ടടുത്ത കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോയ ലോറി, അന്ന് അവിടുത്തെ മെയിൻ റോഡ് എന്തോ ഒരു ബ്ലോക്ക്, പണിയുടെ ബ്ലോക്കിന് ഇതുവഴിയാണ് തിരിച്ചു വിട്ടത്. അതിലെ ഒരു ലോറി കയറി വന്നിരുന്നു. അപ്പോൾ അവനെന്ത് ചെയ്തെന്നോ, എന്താണെന്നറിയില്ല, അവൻ്റെ അച്ഛൻ പറഞ്ഞതാ, അവൻ്റെ ആ പുള്ളിയുടെ കൈ ഇവൻ ബലമായി പിടിക്കുന്നുണ്ടായിരുന്നു, ബലമായി ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവരവിടെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ ആരെടുത്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഈ കൊച്ചു റോഡിൽ അവിടെ തന്നെ സൈഡിൽ തന്നെ നിൽപ്പുണ്ട്. പെട്ടെന്നാണ് ഒരു ലോറി വന്ന് ഈ കുഞ്ഞിൻ്റെ മേളിൽ കൂടെ ഈ ലോറി അപ്പുറം കടന്നു നിന്നു. അത് പറയുമ്പോൾ നമ്മളാരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? മരിക്കാൻ പോകുന്നത് മുൻകൂട്ടി കണ്ട് ഭയന്ന് പിന്നെ ആ ഭയം നമുക്ക് ഇച്ചിരി കഴിയുമ്പോൾ ഇല്ലാണ്ടാകും. അത് ഒരു കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ. അവൻ്റെ മരണം അവൻ ദിവസങ്ങൾക്ക് മുൻപേ, മാസങ്ങൾക്ക് മുൻപേ അവൻ കണ്ടുകൊണ്ടിരിക്കുക. ആ കുഞ്ഞിൻ്റെ ഫേസ് കാണാൻ പറ്റാത്ത രീതിയിൽ ചതഞ്ഞ് മാറിപ്പോയി. ആ മാതാപിതാക്കളുടെ മാനസികാവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥ തന്നെയായിരുന്നു. അത് പറയുമ്പോഴത്തേക്കും ആ സ്ത്രീ ഇരുന്ന് ആലില പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, എൻ്റെ കുഞ്ഞിതൊക്കെ പറഞ്ഞിട്ട് ഒരു അമ്മ എന്നുള്ള നിലയിൽ ഞാൻ പരാജയമാണ് സാറേ. കാരണം എൻ്റെ കുഞ്ഞനുഭവിക്കുന്ന പ്രശ്നം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല, ആർക്കും ഞങ്ങളെ സഹായിക്കാനും പറ്റിയില്ല. ഞങ്ങളിതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കാനായിട്ട് തീരുമാനിച്ചു. നമ്മൾ എല്ലാം കേട്ടങ്ങനെ വിശ്വസിച്ച പോരല്ലോ, നമ്മളത് അന്വേഷിക്കണമല്ലോ. ഞങ്ങൾ ആ നാട്ടിലേക്ക് ചെന്നു. സ്ഥലം പറഞ്ഞാൽ ശരിയല്ലാത്തത് കൊണ്ടും ഒരു പക്ഷേ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ, നമ്മുടെ യൂട്യൂബിൽ തന്നെ ആ ഫാമിലി ഉള്ളതുകൊണ്ടും ഞാൻ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ആ നാട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഇന്നും ആ നാട്ടുകാർ സ്നേഹത്തോടെ ഓർക്കുന്നത് ആ കുഞ്ഞിനെയാണ്. ആ സ്കൂളിൽ ചെന്ന് ആ കുട്ടികളൊക്കെ സംസാരിച്ച സമയത്ത് എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും അത്രയും പ്രിയപ്പെട്ടവനായിരുന്നു ഈ കുട്ടി. ഇവൻ്റെ വല്യമ്മച്ചിയോടൊക്കെ ഞങ്ങൾ സംസാരിച്ചു. അവൻ്റെ ആ സ്വപ്നത്തിൽ അവൻ കണ്ട ആഗ്രഹപ്രകാരം അവൻ്റെ അച്ചാച്ചൻ്റെ അടുത്ത് തന്നെ അവനെയും സംസ്കരിച്ചു. ഞങ്ങൾ ആ സെമിത്തേരിയിൽ ചെന്ന്